സർ, മാതാ അമൃതാനന്ദമയിക്ക് ഒരു ആദരമൊരുക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാർ മാതാ അമൃതാനന്ദമയിയെ ആദരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം കൂടി ഇന്ന് സംഭവിക്കുകയാണ്. ഇന്ന് വൈകിട്ട് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇടത് മന്ത്രിമാരാണ്. സജി ചെറിയാനും ബാലഗോപാലും ഉൾപ്പെടെയുള്ളവർ. സർ, കേരളം ഞെട്ടുകയാണ് നമ്മുടെ ഇടതു സർക്കാരിന്റെ ചില പ്രഖ്യാപനങ്ങളും ചില നീക്കങ്ങളും ഒക്കെ കണ്ട്. ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നു, അയ്യപ്പനെയും വിശ്വാസികളെയും ചേർത്ത് പിടിക്കുന്നു, NSSനെ കൂടെ നിർത്തുന്നു, സുകുമാരൻ നായരെ കൊണ്ട് ഇടതുപക്ഷമാണ് ബെറ്റർ എന്ന് പറയിപ്പിക്കുന്നു. അതിനുശേഷം ഇതാ ഇന്ന് മാതാ അമൃതാനന്ദമയിക്ക് ഒരു ആദരം നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തുന്നു. വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന, ആൾ ദൈവങ്ങളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ യാത്ര എങ്ങോട്ടാണ് അശോക് സർ? മാതാ അമൃതാനന്ദമയിക്ക് കേരള സർക്കാർ ഒരു പുരസ്കാരം അല്ലെങ്കിൽ ആദരവ് നൽകുന്നത് ഇതില് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. യുണൈറ്റഡ് നേഷൻസിൽ മലയാളത്തിൽ സംസാരിച്ചതിൻ്റെ 25ാം വാർഷികത്തിന് ആസ്പദമാക്കിയാണ് ഈ പുരസ്കാരം അല്ലെങ്കിൽ ആദരവ് നൽകുന്നത്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസംഗമാണ് അമ്മ അവിടെ അവതരിപ്പിച്ചത്. അപ്പം അത് വലിയ ചർച്ചയായ ഒരു വിഷയമാണ് അന്നത്തെ കാലത്ത്. അതിനേക്കാളും കൂടുതൽ ഒരു സന്തോഷമുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഷായം ബുദ്ധിജീവികൾക്കും പേന കടിച്ചു വലിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും പിന്നെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകൾക്കും ഉണ്ടാകുന്ന ഒരു ചൊറിച്ചിലുണ്ട്. മാതാ അമൃതാനന്ദമയിക്ക് ഈ പുരസ്കാരം സർക്കാർ സമർപ്പിക്കുമ്പോൾ എല്ലാം ഇടിഞ്ഞു വീണു, ഇടതുപക്ഷം ഇടിഞ്ഞു വീണു, മാർക്സിസം പോയി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് ഇതിന്റെ പിന്നാലെ വരാൻ ഇടയുണ്ട്. പക്ഷേ അവര് മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ പറയുന്ന വിദ്വാന്മാരെല്ലാം ജേർണലിസ്റ്റ് ആയാലും ഈ പറയുന്ന ബുദ്ധിജീവികളായാലും ആക്ടിവിസ്റ്റുകളായാലും ഇവരെല്ലാം ഫ്യൂഡലിസ്റ്റ് ബുദ്ധിജീവികളാണ്. സാധാരണ തലത്തിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തുന്ന ഒരാളിനെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ഫ്യൂഡലിസ്റ്റ് ബുദ്ധിജീവികൾ. ചായ മേടിച്ചു കൊടുക്കുന്ന ആളോ, ചായക്കട നടത്തുന്ന ആളോ, വ്യവസായം, വ്യാപാരം, മദ്യം ഉൾപ്പെടെയുള്ളതൊക്കെ നടത്തുന്ന ആളുകളൊക്കെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് ഉയർന്നു വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ചൊറിച്ചിലാണ്. അവര് അന്നേരം തന്നെ വേറെ ആരെങ്കിലും ഒക്കെ കമ്പയർ ചെയ്യും, അവരുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഇവർക്കൊക്കെ ഇതിനെന്ത് അർഹത എന്ന് ചോദിക്കും. മാതാ അമൃതാനന്ദമയിയുടെ കാര്യത്തിലാണെങ്കിൽ വളരെ നികൃഷ്ടമായ പദപ്രയോഗം നടത്തിയിട്ടാണ് ഈ പറയുന്ന ഇടതുപക്ഷ ഹാൻഡിലുകൾ പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ടിരുന്നത്. വളരെ മോശമായ കാര്യമാണ്. അവര് 1974 മാതാ അമൃതാനന്ദമയിയെ പറ്റിയുള്ള ആദ്യത്തെ വാർത്തകളൊക്കെ ഞാൻ കേൾക്കുന്നത്. അതിനുശേഷം അന്ന് അമ്മ അവിടെ ഓച്ചിറ പടനിലം എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു സ്ഥലമാണ്. അവിടെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്നിട്ട് അവരെ ചുറ്റി ഭക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരു 20 വയസ്സിന് അടുത്ത് എത്തിയിട്ടുള്ള ഒരു അമ്മയാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഈ അമൃതപുരി എന്ന് പറഞ്ഞ, ഇപ്പോൾ അമൃതപുരി എന്ന് പറയുന്ന ആ ഒരു സ്പേസ് ഉണ്ടാകുന്നതിന് വളരെ കാലം മുമ്പ് അവിടെ ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്, ആ അമ്മയുടെ ശിഷ്യന്മാരിലെ ഒരു പ്രധാനി എൻ്റെ സീനിയറായിട്ട് പഠിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു നല്ല ഗായകനായിരുന്നു. ഒരു പക്ഷേ സന്യാസം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ യേശുദാസിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് വരാൻ തക്ക യോഗ്യതയുള്ള ഒരു ഗായകനായിരുന്നു അദ്ദേഹം. ആ ഒരു കൗതുകം ആണ്
അമൃതപുരിയിൽ പലപ്പോഴും പോകാനായിട്ടുള്ള ഒരു പ്രചോദനമായിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ അമ്മ എന്താണ് ഒരു വിശ്വ മാനവികതയിലേക്ക് വളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും വളരെ അപകടകരമായ നറേഷൻസ് മാതാ അമൃതാനന്ദമയ്ക്കെതിരെ ഈ പറയുന്ന ഫ്യൂഡലിസ്റ്റ് ബുദ്ധിജീവികളും ഹാൻഡിലുകളും ഒക്കെ, അന്ന് ഹാൻഡിലുകളല്ല, പ്രധാനമായിട്ടും മറ്റു മാധ്യമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അതിനോട് അമ്മ പ്രതികരിച്ചതായിട്ട് കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഏറ്റവും ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർക്കുള്ള മറുപടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം മെഡിക്കൽ ഡേറ്റ ഉള്ള സ്ഥാപനം അമൃതാനന്ദമയ്യയുടെ ആശുപത്രികളായിരിക്കും. കേരളത്തിലെ ആയുർവേദ ഡേറ്റകളിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ ഈ പറയുന്ന സ്ഥാപനങ്ങൾക്കുണ്ടായിരിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി വരുന്നതെന്ന് പറയുന്ന ഡേറ്റകൾ വിലയ്ക്ക് മേടിക്കുന്ന ഒരു കാലമാണ്. ആ സമയത്ത് മറ്റാരും കാണിക്കാത്ത ഒരു പ്രത്യേകത അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആയുർവേദ ഡേറ്റകൾ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഇനി വരും കാലങ്ങളിൽ ലോകത്തിന് വൻപിച്ച ഗുണം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഡേറ്റയ്ക്ക് അവര് പണം മേടിക്കുമായിരിക്കും, അത് വേറെ കാര്യം, പണം മേടിക്കണം. കാരണം സൗജന്യമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമല്ല ഡാറ്റകൾ. അറിവ് സൗജന്യമായിട്ട് കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഏറ്റവും നികൃഷ്ടമായിട്ട് വന്ന ഒരു ഇന്റർവ്യൂ, അമ്മയെ അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒരു ഇടതുപക്ഷ മാധ്യമത്തിൽ നിന്നാണ് ആദ്യമായിട്ടുണ്ടായത്. അതിന് ഒരുക്കിയ സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന അച്യുതാനന്ദനോ പിണറായി വിജയനോ അത് അന്ന് അംഗീകരിച്ചതായിട്ട് ഒരു ചിത്രത്തിലുമില്ല. അങ്ങനെ വളരെ മോശമായിട്ട് ഈ പറയുന്ന ഫ്യൂഡലിസ്റ്റ് ബുദ്ധിജീവികൾ, അവർക്ക് ഇവരെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ പ്രശ്നം അത് മാത്രമാണ്. കാരണം തങ്ങളാണ് ഏറ്റവും വലിയ ആളുകൾ. അവർക്ക് ഒരു ഫ്യൂഡലിസ്റ്റ് പാരമ്പര്യമാണ്. ഫ്യൂഡലിസത്തിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സാമൂഹിക തലത്തിൽ നിന്നും വരുന്ന വ്യക്തികളല്ല മാതാ അമൃതാനന്ദമയ്യോ ജി സുകുമാരൻ നായർ സാറോ വെള്ളാപ്പള്ളി നടേശനോ. അവരൊന്നും ഇതിൽ നിന്നും വരുന്ന ആളുകളല്ല. അവരെ അംഗീകരിക്കില്ല, അവരെ ട്രോൾ ചെയ്യും. എന്ന് മാത്രമല്ല, ഇത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിലും സമുദായങ്ങളിലും പെട്ട ആളുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ട്രോളിങ്ങും ആക്ഷേപങ്ങളും മാത്രമാണ്. അതിനെ ഒരു നിമിഷം കൊണ്ട് കേരള സർക്കാരിന് ഇപ്പോൾ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും ശ്രീ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനും അമൃതപുരിയിലെത്തിയിട്ട് ഈ സർക്കാരിന്റെ ആദരവ് അവർക്ക് കൈമാറും. അതാണ് ഇതിൻ്റെ അകത്ത് ഉള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇനിയും ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇത് രാഷ്ട്രീയമായിട്ട് പാർട്ടികൾ ഉപയോഗപ്പെടുത്തുമെങ്കിലും അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞ് അമ്മ ആളുകളോട് നാളെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യൂ എന്നൊന്നും ആവശ്യപ്പെടാൻ പോകുന്നില്ല. പക്ഷേ അമ്മയുടെ ആരാധകർക്കും വിശ്വാസികൾക്കും അവരെ പിൻപറ്റുന്നവർക്കും ഒരു പ്രത്യേകമായിട്ടുണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം വോട്ടായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പാർട്ടിയെയോ അല്ലെങ്കിൽ ആശ്രമത്തിനെയോ കുറ്റം പറയാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈ കായംകുളം ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ സഖാവിനേക്കാൾ ഒരു 10% ധാർഷ്ട്യം ഉണ്ട് എന്ന് തോന്നുമാറുള്ള ഒരു വ്യക്തിയായിട്ടാണ് അന്ന് തോന്നിയത്.
കാരണം ആ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഒരു പക്ഷേ വള്ളിക്കാവിൽ പോയിട്ട് മാതാ അമൃതാനന്ദമയ്യെ അമ്മയെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പാർലമെന്റിലെ പാർലമെന്റിൽ എത്തിയിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഈ സാധ്യത വിലയിരുത്തി ഇടതുമുന്നണി വിലയിരുത്തിയിട്ടും ഉണ്ടാവും. കാരണം ആരിഫിന്റെ തോൽവിക്കകത്ത് ഉള്ള ആ ഗ്യാപ്പ്, വോട്ട് ഗ്യാപ്പ് എന്ന് പറയുന്ന സംഗതി, ആ ഗ്യാപ്പിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവര് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഇപ്പോൾ ഈ പറയുന്ന ഒരു ആദരവ് കൊണ്ട് അവർക്ക് അരൂര് തൊട്ട് ആറ്റിങ്ങൽ വരെയുള്ള മണ്ഡലങ്ങളിൽ ഒരു ഈസ്നെസ്, ഒരു സ്വാധീനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കും. ഒരു കാര്യം കൂടി പറയാം. ആദ്യകാലത്ത് അമൃതാനന്ദമയിയുടെ ആശ്രമത്തിനോട്, അമൃതപുരിയോട് എതിർപ്പ് കാണിച്ചിരുന്ന ക്ലാപ്പന പഞ്ചായത്ത്, അത് ഇടതുപക്ഷ പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് ഇന്ന് വളരെ സൗഹാർദ്ദപൂർവമാണ് ആശ്രമത്തിനോട് ചേർന്ന് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനിടയ്ക്ക് ആകപ്പാടെ ഒരു കരടായിട്ട് വന്നത് ഇടതുപക്ഷ മാധ്യമത്തിൽ കൈരളിയിൽ വന്ന ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ കൊണ്ടുണ്ടായിട്ടുള്ള വൈഷമ്യങ്ങളെ തരണം ചെയ്യാനും ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്രയും കാര്യമായിട്ടാണ് നമുക്കുള്ളത്, നമുക്ക് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്ന ഒരു വിഷയം. അപ്പൊ ഇതിനെല്ലാം ഉപരി ഈ വിശ്വമാനവികതയിലേക്ക് ഉയർന്ന മലയാളിയായ സാമൂഹികമായിട്ട് എന്താണ് ഈ പറയുന്ന ഫ്യൂഡലിസ്റ്റ് ഒന്നും അല്ലാത്ത ഒരു വ്യക്തിയെ ആദരിക്കുന്ന വഴി, അത് മാത്രം എടുക്കുകയാണെങ്കിൽ മാത്രം മതി ഈ സർക്കാരിന്റെ ഒരു എന്താണ് ഫെയ്ത്ത് ഓൺ കോമൺ മാൻ എന്നുള്ളത് നമുക്ക് ബോധ്യമാകും. എന്തായാലും തെറ്റുപറ്റിയ ഇടങ്ങളിൽ നിന്നൊക്കെ കയറി വന്ന സംസ്ഥാന സർക്കാർ അത് തിരുത്തുന്നു, ഇടതുപക്ഷം അത് തിരുത്തുന്നു എന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതാ മാതാ അമൃതാനന്ദമയിക്ക് ഒരു ഒരുക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. കൈരളിയിൽ വന്ന ഒരു പഴയ ഇന്റർവ്യൂ, ഇടതുപക്ഷ ഹാൻഡിലുകളിൽ വന്ന ചില പോസ്റ്റുകൾ, ചിലരുടെ പ്രസ്താവനകൾ, ചിലരുടെ വിമർശനങ്ങൾ, മാതാ അമൃതാനന്ദമയെ ജാതീയമായും അല്ലെങ്കിൽ മതപരമായും ഒക്കെ അധിക്ഷേപിക്കുന്ന കാഴ്ചകളൊക്കെ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അശോക് സാർ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നൊക്കെ ഇതാ തിരുത്തലുകളിലേക്ക് ഇടതുപക്ഷം പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ചോദിച്ച ആ യാത്ര ഇടതുപക്ഷം എങ്ങനെ നടത്തുന്നു എന്നുള്ളത്. അതിന് വ്യക്തമായി തന്നെ അശോക് സാർ ഉത്തരം നൽകിയിരിക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു സർ.